ദൈവത്തിരുന്നാൾ മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ അഭിജിത്ത് എല്ലോസ്. ഞാൻ കോതമംഗലം ബെഥേൽ ബാബു ചർച്ചിലെ സഭാംഗമാണ്. ജേണി ത്രൂ സാംസിൻ്റെ 177 ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വേദഭാഗം എന്നാൽ സങ്കീർത്തനം 100 ഇതൊരു സ്വോത്ര സങ്കീർത്തനമാണ് എന്ന് നമുക്ക് ഇതിൻ്റെ തലക്കെട്ടിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിളിലെ ഏക സ്വോത്ര സങ്കീർത്തനമാണ് സങ്കീർത്തനം 100. നമുക്കൊന്ന് വായിക്കാം. സകല ഉപവാസികളുമുള്ളവരെ യഹോവയ്ക്കാർപ്പെടും. സകല ഉപവാസികളും ആരാധിക്കാനുള്ളൊരു ആഹ്വാനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ദൈവത്തിനെ ആരാധിക്കാനുള്ള 7 കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിനെ ആർപ്പിടുവാനുള്ളതും സന്തോഷിപ്പിക്കാനുള്ളതും അവനെ ദൈവം എന്നറിയാനുള്ളതും അവൻ നല്ലവനാവെന്ന് അറിയാനുള്ളതും എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിനെ വാഴ്ത്താനുപയോഗമായ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചു അതെല്ലാം വാഴ്ത്തിയംഗിക്കാൻ യോഗ്യനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് 2ാം വാക്യം ഒന്ന് വായിക്കാം. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തിന്റെ സന്നിധിയിൽ വരുവിൻ. ഇവിടെ നാം കാണാൻ സാധിക്കുന്നത് എന്ത് മനോഭാവത്തിലാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതും എങ്ങനെയെല്ലാമാണ് അവൻ്റെ സന്നിധിയിൽ പോവേണ്ടതും എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നാം ദൈവസന്നിധിയിൽ പോകുമ്പോൾ സന്തോഷമുള്ള മനോഭാവത്തോടെ വേണം നാം കർത്താവിൻ്റെ സഭയിൽ പോകുവാൻ. സന്തോഷവും സംഗീതത്തോടും കൂടെ വേണം നാം അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. അവനെ ആരാധിക്കുമ്പോൾ നാം ഒരിക്കലും വിഷമത്തോടെയോ ദുഃഖത്തോടെയോ ഒന്നും ഇരിക്കാതെ നാം സന്തോഷത്തോടു കൂടി വേണം അവനെ ആരാധിക്കണം. കൈത്താളത്തോടെ അവനെ ആംഗിക്കാനുള്ള കരോഷിച്ച് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നാം ദൈവത്തിനെ സ്തുതിക്കാം. നമ്മുടെ ദൈവമക്കളും ഒന്നിച്ച് നാം ദൈവത്തിനെ ആരാധിക്കാനുള്ള ഒരു മനസ്സ് ദൈവം നൽകിയിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഇവിടെ നമുക്ക് 3ാം വാക്യം ഒന്ന് വായിക്കാം. യഹോവ എന്നെ ദൈവമെന്നറിയും, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാവുന്നു, അവൻ്റെ ജനവും ആമയ്ക്കുന്ന ആടുകളും തന്നെ. ഇവിടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം നമുക്കൊന്ന് വായിക്കാതെ എന്തുകൊണ്ടാണ് നാം അവനെ ആരാധിക്കേണ്ടത് എന്നൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം ഈ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് നാം ദൈവത്തെ എങ്ങനെയെല്ലാം സ്തുതിക്കണം എന്നാണ് ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നത്. ഇവിടെ ആദ്യമായി കാണാൻ കഴിയുന്നത് യഹോവ തന്നെ ദൈവമെന്നറിഞ്ഞ് നാം അവനെ സ്തുതിക്കണം. കർത്താവ് ആയ യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ മറ്റുള്ളവരെക്കാളും ഏറ്റവും സത്യമായതും നിത്യമായതും ജീവനുള്ളതും. ഈ ലോകത്തിൽ ആകെയുള്ള ദൈവവും സത്യമായ ദൈവവുമാണ് നമ്മുടെ കർത്താവിനെ യേശുക്രിസ്തു. അത് നാം വിശ്വസിക്കുന്നവരായിരിക്കണം. 2ാമതായി യഹോവ നമ്മുടെ സൃഷ്ടാവാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 1ാം വാക്യത്തിൽ കണ്ടതുപോലെ നാം ദൈവത്തോട് കടപ്പെട്ടവർ ആയിരിക്കണം. നാം കർത്താവിനെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ആരാധിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മളെ സൃഷ്ടിച്ചതിനാൽ ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ 3ാമതായി കാണാൻ സാധിക്കുന്നത് നാം ദൈവത്തിന്റെ ദാസന്മാരാണ്. ഒരു ദാസന്റെ ജോലി എന്ന യജമാനനെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. യജമാനെ സന്തോഷിപ്പിക്കുന്നതാണ് അവന്റെ ജോലി. അതുപോലെ തന്നെ നാമും നമ്മുടെ ദൈവത്തെ അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നാം അവനെ സ്തുതിക്കുന്നവരും അവനെ സന്തോഷിപ്പിക്കുന്നവരും ആയിരിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും നാം ദൈവത്തിനായി കൊടുക്കുന്നവരും ആയിരിക്കണം. സകല സമയത്തും അവനെ വാഴ്ത്താനുള്ളൊരു സമയം നാം നമ്മുടെ ഭൂമിയിൽ നമ്മൾ മാറ്റിവെക്കുന്നവരായിരിക്കണം. 4ാമതായി യഹോവ നമ്മുടെ ഇടയൻ. ഒരു ഇടയൻ തന്റെ ആടുകളെ എങ്ങനെ നമുക്ക് സൂക്ഷിക്കുന്നതോ അതുപോലെ തന്നെ അവൻ സൂക്ഷിച്ച് വഴിയെടുത്തി പാലിക്കുന്നവനായി ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കുന്നത് തൻ്റെ ചിറകെങ്കിലും മറക്കുന്നത് പോലെ നമ്മളെ മറക്കുന്നവനും അതുപോലെ തന്നെ നമ്മളെ പാലിക്കുന്നവരും ഒരു കല്ല് പോലും കല്ലിൽ തട്ടാത്തവണ്ണം നമ്മൾ കാത്തു പരിഹരിക്കുന്നവനായി ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 5ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവ നല്ലവനല്ലോ, അവരുടെ എന്നേക്കുള്ളത് മറ്റു തലമുറയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തെ ഇവിടെ സങ്കീർത്തനകാരൻ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നല്ലവനും വിശ്വസ്തനും ദയാലുവുമായ ദൈവത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ദയാലുവായ ഒരുത്തൻ പോലുമില്ല. അതിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയുന്നവനും ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ സത്യമായ നിത്യവുമായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അവൻ അനന്തനാണ്, നിത്യനാണ്, സ്വയസ്തിത്വമുള്ളവനാണ്. അവൻ നല്ലവനായ ദൈവം. അവൻ്റെ ഒരു ദയ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ ദിവസം വരെ അവൻ ജീവനോടിരിക്കുന്നത് എന്നൊരു ആത്മബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നാം പാപികളായിരുന്നു. ഈ ലോകത്തിൽ നമ്മെ
ദൈവമക്കൾ എന്ന വലിയ പദവിയിൽ നിന്ന് നമ്മെ അനുഗ്രഹിച്ചവനായ ദൈവത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ വിശ്വസ്തത തലമുറ നേടിയിരിക്കുന്നു. നാം മറ്റുള്ളവരെക്കാളും നാം ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കുന്നവനും നമ്മൾ മറ്റാരെക്കാളും ഉയർത്തുന്നവനായ ദൈവത്തെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.